ട്രിവാൻഡ്രം കോർപ്പറേഷൻ BJP പിടിച്ചടക്കിയതിനു ശേഷം CPM ആദ്യ പണി കൊടുത്തിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മുൻ മേയർ കൂടിയായിട്ടുള്ള MLA VK പ്രശാന്തിനോട് MLA ഓഫീസ് ഒഴിയണം എന്നുള്ളതാണ് കൗൺസിലറായ R ശ്രീലേഖ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പുത്തനച്ചി പൊരപ്പുറം തൂക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ഇപ്പൊ പുത്തനച്ചി പൊരപ്പുറമല്ല, അതായത് പുത്തനച്ചി MLA ഓഫീസാണ് തൂക്കാനുള്ള പരിപാടി. വല്ലാത്തൊരു തൂക്കായി പോയി. ന്യൂസ് ഒന്ന് കണ്ടു നോക്ക്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന R ശ്രീലേഖയുടെ അന്ത്യശാസനം. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. MLA ഓഫീസ് തനിക്ക് വേണമെന്നാണ് ശ്രീലേഖയുടെ ആവശ്യം. വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്ന് VK പ്രശാന്ത്. അശ്വിൻ ഡി യോഗയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, എന്താണ് ഇപ്പോൾ ശ്രീലേഖ ഇത്തരത്തിലൊരു അന്ത്യശാസനം നൽകാൻ കാരണം? എന്താണ് ശ്രീലേഖ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? അതായത് മേയർ സ്ഥാനം കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ പാവത്തിനെ പറ്റിച്ച് ഇപ്പം മുൻ IPSകാരി വെറും ഒരു വാർഡ് മെമ്പറെ എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ സഹിച്ചല്ലേ പറ്റൂ. അതായത് ഒരു അധികാരമോഹം കയറി മുത്ത് ഇത്രയും കാലം പാർട്ടിയിൽ പട്ടിപ്പണിയെടുത്ത VV രാജേഷിനെ പോലത്തെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥാനത്തോട്ടൊക്കെ വരേണ്ടത് നമുക്കറിയാം. എങ്കിലും പറഞ്ഞു പറ്റിച്ചതൊരു വല്ലാത്ത പറ്റിക്കലായി പോയി. അപ്പോൾ നമ്മുടെ വെറും അങ്ങനെ പറയണ്ടല്ലേ, നമ്മുടെ IPS വെറും മെമ്പറായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുരുക്ക് തീർക്കുന്നത് ഇങ്ങനത്തെ ചില പരിപാടികളിൽ നിന്നാണ്. ഏതായാലും വട്ടിയൂർക്കാവ് MLA പറഞ്ഞിട്ടുള്ളത് വേഗം ഒഴിഞ്ഞോളാനാണ്. അതായത് കോർപ്പറേഷൻ ഓഫീസിന് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ കെട്ടിടത്തിലാണ് നമ്മുടെ വട്ടിയൂർക്കാവ് MLA ഓഫീസ് നിലനിൽക്കുന്നത്. അപ്പം അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോക്കോ. കാരണം പറഞ്ഞത് എനിക്ക് എൻ്റെ കൗൺസിൽ ഓഫീസ് അവിടെ തന്നെ ആക്കണം, എനിക്ക് അതേ ഓഫീസിൽ തന്നെ വരണം, എങ്കിലേ എനിക്ക് വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നാണ് നമ്മുടെ പാവം നമ്മുടെ മെമ്പർ പറഞ്ഞിട്ടുള്ളത്. മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ MLA കേൾക്കണം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ അല്ലേ ഒരു നിങ്ങളുടെ ഇടയിലുള്ള ഒരു ടൈപ്പ് വെച്ചിട്ടേ അത് കേട്ട് ഇങ്ങോട്ട് ഒഴിഞ്ഞു പോകണമായിരിക്കും നന്നാവുക എന്ന് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും പുത്തനച്ചി പൊരപ്പുറമല്ല MLA തൂക്കിയ വാർത്തകളാണ്. വാർത്തയുടെ ബാക്കി ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കും നമ്മൾ. രസമാണ്, കോമഡിയാണ്, ചിരിക്കാനുണ്ട്. അതായത് രാവിലെയോട് കൂടി ഫോൺ വിളിച്ചാണ് ശ്രീലേഖ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ ഓഫീസിലെ കെട്ടിടം ഒഴിഞ്ഞു നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ MLA ആവശ്യപ്പെട്ടിരിക്കുന്നത്. തനിക്ക് ആ കെട്ടിടം വേണം, കാരണം തനിക്ക് സൗകര്യപ്രദമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ MLA എത്രയും വേഗം അവിടെ നിന്ന് മാറി നൽകണം എന്നൊരു ആവശ്യമാണ് R ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ തനിക്ക് 3 വർഷം, അതായത് 3 മാസത്തേക്ക് കൂടി കരാർ ബാക്കിയുണ്ട്. വാടക കരാർ പ്രകാരം അല്ലെങ്കിൽ തന്റെ ടേം അനുസരിച്ച് ഇനി 3 മാസം കൂടി ബാക്കിയുണ്ട്. 3 മാസം കഴിയാതെ മാറില്ല എന്ന് താൻ മറുപടി നൽകിയതായി VK പ്രശാന്ത് MLA നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് മറുചോദ്യമായി R ശ്രീലേഖ ചോദിച്ചിരിക്കുന്നത് അടുത്ത വർഷം വീണ്ടും ഈ 3 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് വീണ്ടും MLA ആയാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ് തിരിച്ച് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ സജീവ പേരായിരുന്നു R ശ്രീലേഖ എന്നുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ മേയർ സ്ഥാനത്തിന് പകരം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിത്വം നൽകാം എന്നൊരു ധാരണയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നേരിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുൻപേ ഉള്ള ഒരു പോരാട്ടമായി ഇതിനെ നമുക്ക് കാണേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ ഈ കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിൽ MLAക്ക് ആ ഓഫീസ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ BJPക്ക് സ്വാധീന കൂടുതലുള്ള കൗൺസിൽ യോഗത്തിൽ MLA ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിൽ ആവശ്യപ്പെട്ടാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ BJP പിടിച്ചതിന് പിന്നാലെ ആദ്യ പണിയായി മുൻ മേയർക്ക് തന്നെ ഓഫീസ് ഒഴിയണമെന്ന് ഇപ്പോൾ ഒരു കൗൺസിലർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒഴിയില്ല എന്ന് MLAയും നിലപാടെടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങളിലേക്കും വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ എത്തും എന്നുള്ളത് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇത്തരത്തിൽ BJP CPM നേതാക്കളെ ഏതൊക്കെ രീതിയിൽ അവരോട് ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ അങ്ങനെ ഒരു നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. അശ്വിൻ, അതായത് ഇത്തരത്തിലൊരു MLA ഓഫീസ് ഒഴിയണമെന്ന് ആവശ്യപ്പെടാനുള്ള സാങ്കേതികത്വം അത് ഈ കൗൺസിലർക്ക് അധികാരപരമായി ഉണ്ട് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്? അത് VK പ്രശാന്തിന് ഈ ഒരു ഓഫീസ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലാണ്. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. ഈ യോഗത്തിൽ അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു CPM-നാണ്. അതുകൊണ്ട് തന്നെ CPM-ന് നിലവിൽ VK പ്രശാന്തിന് MLA കെട്ടിടം അത് വാടക കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഏതാണ്ട് 8000 രൂപയാണ് ഈ കോർപ്പറേഷനിലെ ഈ ഒരു കെട്ടിടത്തിന് വാടകയായി നൽകേണ്ടത് പ്രതിമാസം. അത് കൃത്യമായി തന്നെ കൊടുക്കുന്നുമുണ്ട്. ഈ ടേം അവസാനിക്കാൻ ഇനി 3 മാസം കൂടിയുണ്ട്. VK പ്രശാന്ത് MLA എന്നുള്ള നിലയിൽ 3 മാസം കൂടി ടേം അവസാനിക്കാനുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ R ശ്രീലേഖയുടെ ഓഫീസ് അടുത്ത് തന്നെയാണ്. തനിക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സൗകര്യം MLA ഓഫീസ് പ്രവർത്തിക്കുന്ന ഈ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇത് മാറിത്തരണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ശ്രീലേഖ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നതും സാങ്കേതികമായി ഈ ഒരു വിഷയത്തിൽ MLA ആവശ്യപ്പെടാൻ കഴിയില്ല എങ്കിൽ പോലും നിലവിലിപ്പോൾ BJPയുടെ അധികാരത്തിൽ BJPയുടെ അംഗബലം കൂടുതലുള്ള കൗൺസിൽ യോഗത്തിൽ MLA ഒഴിയണം എന്നൊരു തീരുമാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ MLAക്ക് സ്വാഭാവികമായും ആ കെട്ടിടം മാറിക്കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പകരം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് MLA ഓഫീസ് മാറ്റേണ്ടി വരും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും. പക്ഷേ അതിന് തയ്യാറല്ല. തന്റെ വാടക കരാർ പ്രകാരമുള്ള 3 മാസം, അതായത് തന്റെ MLA ടേം ആയിട്ടുള്ള 3 മാസം കൂടി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ താൻ അവിടുന്ന് മാറൂ എന്നൊരു നിലപാടിലാണ് VK പ്രശാന്തും. സത്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സിനിമയിലൊക്കെ കാണാറുണ്ട് അല്ലേ? അതായത്
അച്ഛനെ തോൽപ്പിച്ച് മകൻ MLA, ഒരു ഫിലിമില്ലേ ദിലീപിൻ്റെ ഏതോ മൂവി പേര് മറന്നു അല്ലേ, അച്ഛനെ തോൽപ്പിച്ച് മകൻ മന്ത്രിയായി കഴിഞ്ഞാൽ അച്ഛനിട്ട് പണി കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഭർത്താവിനെ പേടിച്ച് ഭാര്യ, അല്ലെ ഭർത്താവിനെ തോൽപ്പിച്ച് ഭാര്യ മന്ത്രിയായി കഴിഞ്ഞാൽ ഭർത്താവിനിട്ട് പണി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചില പരിപാടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിപ്പം ഏതായാലും പിടിച്ചൊന്നും കിട്ടിയില്ല. ഇനി 10 കൗൺസിലറെങ്കിൽ കൗൺസിലർ, വാർഡ് മെമ്പറെങ്കിൽ വാർഡ് മെമ്പർ, നമുക്ക് ഇറക്കിയേ പറ്റൂ, ആദ്യത്തെ വെടി ഇങ്ങനെ തന്നെ പൊട്ടിക്കുക എന്നാണ് വിചാരിച്ചത്. ഏതാണെങ്കിലും ഇത്രയും ചിന്തയും ബോധമില്ലാത്ത ആൾക്കാരൊക്കെ പിടിച്ച് കൗൺസിലറായി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടാൽ മതി. പക്ഷേ എനിക്ക് അറിയാത്തതുകൊണ്ട് കൊടുക്കുക, ഇപ്പം നമ്മൾ ഈ കോർപ്പറേഷൻ്റെ കെട്ടിടമൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു വാടക കരാറൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ ഈ കരാർ അവസാനിക്കുന്നവരെ നമുക്ക് പുറത്താക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ നിയമത്തിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഇനിയിപ്പോൾ എന്തിൻ്റെ പേരിലാണ്, വാടക കരാറുണ്ട്, വാടക കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ഏതായാലും വാടക കരാർ 3 മാസത്തോട്ടുണ്ട്, ഇതുവരെയുള്ള വാടക കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, കുടിശ്ശിക ഒന്നും വെച്ചിട്ടില്ല. പൊതുവേ നമ്മുടെ ഈ പാർട്ടിക്കാർക്ക് കുടിശ്ശിക വെക്കൽ കുറച്ച് ഏറെയാണ്. അത് ഇനിയിപ്പോൾ പാവപ്പെട്ടവൻ്റെ പെൻഷനാണെങ്കിലും, വാർദ്ധക്യ പെൻഷനാണെങ്കിലും, വിധവാ പെൻഷനാണെങ്കിലും, ക്ഷേമ പെൻഷനാണെങ്കിലും നമ്മൾ കുടിശ്ശിക വെച്ചിട്ടേ കൊടുക്കാറുള്ളൂ. ഇനി അങ്ങനത്തെ വല്ല പരിപാടിയും തക്കിട പരിപാടിയാണെങ്കിൽ ശ്രീലേഖ ചെയ്തത് കറക്റ്റാണ്. പക്ഷേ അത് എവിടെയും ന്യൂസിലൊന്നും കണ്ടില്ല. ഇന്ന് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പുറത്തോട്ട് വരുമായിരിക്കും. പക്ഷേ കറക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 മാസം കൂടെ ഇനി ഇതിൻ്റെ ഒരു വാടക പത്രം അല്ലെങ്കിൽ വാടക കരാർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഏത് രീതിയിലാണ് പുറത്തോട്ടാക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ BJPയുടെ എന്താ പറയുക നേതാക്കന്മാരാണ്, കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് ചാണക പാർട്ടിയാകുമ്പോൾ ചാണക തീരുമാനങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. രാജ്യത്ത് ഏത് ചാണക പരിപാടികൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ കുമ്പിട്ട് വണങ്ങി, പശുമ്പനെ വണങ്ങുന്ന പോലെ ഈ പറഞ്ഞ അമ്പകളെ മൊത്തം വണങ്ങി പോകുന്നതായിരിക്കും പൊതുവെ മറ്റ് പാർട്ടിക്കാർക്കൊക്കെ നല്ലത്. അതല്ലെങ്കിൽ ED വരും, NIA വരും, CBI വരും. ഒന്നുമല്ല, നിങ്ങളങ്ങ് കയറി കോർട്ടിൽ വരെ എത്തി, സുപ്രീം കോടതിയിലെത്തി അവിടെ വല്ല ദൈവം വന്നിട്ട് നിങ്ങൾക്കെതിരെ വിധിയൊക്കെ പറയുന്ന നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് സൂക്ഷിച്ചും കളിച്ച് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പണി തെറിപ്പിക്കാനുള്ള പണി ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നായിരിക്കും നമ്മുടെ കോർപ്പറേഷൻ ഇപ്പം ഭരിക്കുന്ന, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയുടെയും അല്ലെങ്കിൽ അതിലെ കൗൺസിലർമാരുടെയും ഒക്കെ ഒരു മനസ്സിലിരിപ്പ് എന്നാണ് കാണുന്നത്. ഏതാണെങ്കിലും അങ്ങാടി തോറ്റന് അമ്മയോട് എന്ന് പറഞ്ഞ പോലെ തന്നെ മേയർ സ്ഥാനം കിട്ടാത്തതുകൊണ്ട് കിടക്കട്ടെ, MLA കിട്ടൊരു കൊട്ട് എന്നായിരിക്കും നമ്മുടെ ശ്രീലേഖ ഇപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക. ഏതാണെങ്കിലും ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങളിൽ ഈ പറഞ്ഞ വാർത്തയൊക്കെ പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഇച്ചിരി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ലെവലിലോട്ട് പോകും. ശ്രീലേഖ പിടിച്ച് MLAനെ പുറത്തൊരു, അല്ലെങ്കിൽ MLA പിടിച്ച് ശ്രീലേഖനെ അടിച്ച് ചന്തിക്കടിച്ച് ഓൾറെഡി എന്ന് പറഞ്ഞ് ഓടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഒരു ദിവസം കാണാം. ഏതാണെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യും. അല്ല ഇങ്ങനത്തെ പലതരത്തിലുള്ള കോമഡികളും ഇങ്ങനത്തെ ഒരുമാതിരി എന്താ പറയുക, എന്നെ പിച്ചി, എന്നെ മാന്തി, എന്നെ നുള്ളി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ, ഇമാതിരി എല്ലാ ഊളത്തരങ്ങളും ഈ പാർട്ടിക്ക്, ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ BJPക്ക് ഈ ഒരു കോർപ്പറേഷൻ കിട്ടിയത്. ഇനിയിപ്പോൾ ഈ പൂമാല കിട്ടിയ സ്ഥിതിക്ക് ഇനി പൂവ് നുള്ളി പറയ്ക്കുകയോ അതല്ലെങ്കിൽ വേറെ വല്ല പരിപാടിയും ചെയ്യുമോ, ഇനി പൂവ് ഈ പറഞ്ഞ ഇവിടെ ചെവിയിൽ വെച്ചിട്ട് നടക്കുകയോ ഈ പറഞ്ഞ BJPയുടെ മേയറും അതല്ലെങ്കിൽ കൗൺസിലർമാരും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വെയിറ്റ് ആൻഡ് സീ.